പത്തനംതിട്ട റാന്നിയിൽ ഇട്ടേപ്പാറ വലിയപറമ്പ് സംസ്ഥാന പാതയുടെ ഓട നിർമ്മാണത്തിനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ഓട നിർമ്മാണത്തിന് ഇപ്പോൾ മൂന്നാം പ്രാവശ്യമാണ് തടസ്സം നേരിടുന്നത്. റാന്നി ഇട്ടേപ്പാറ വലിയപറമ്പ് സൈലന്റ് വാലി റോഡ് സംരക്ഷണ സമിതിയാണ് പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംസ്ഥാന പാതയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓട നിർമ്മാണത്തിന് മണ്ണുമാന്തി യന്ത്രവുമായി എത്തിയ KSTP ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘത്തെ പ്രതിഷേധക്കാരായ നാട്ടുകാർ തടഞ്ഞത്. ഉടൻ തന്നെ റാന്നി പോലീസും സ്ഥലത്ത് എത്തിയതോടെ പ്രദേശവാസികളായ പ്രതിഷേധക്കാർ പ്ലേക്കാർഡുമായി മുദ്രാവാക്യം വിളിച്ച് റോഡിൽ നിന്ന് പ്രതിഷേധം കടുപ്പിച്ചു. പഴവങ്ങാടി പഞ്ചായത്തിന് എതിരെയാണ് പ്രതിഷേധക്കാർ മണിക്കൂറോളം പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. പഞ്ചായത്ത് അശാസ്ത്രീയ നിർമ്മാണത്തിന് അനുമതി നൽകിയതാണ് ഇത്തരത്തിൽ നിർമ്മാണത്തിന് കാരണമായതെന്നാണ് നാട്ടുകാരുടെ വാദം. പ്രതിഷേധക്കാരായ നാട്ടുകാരെ പോലീസ് ചർച്ചയ്ക്കായി സ്റ്റേഷനിലേക്ക് വിളിച്ചതോടെ പ്രതിഷേധത്തിന് അല്പസമയം അയവുണ്ടായി. പ്രതിഷേധക്കാർ കൂടുതലെത്തിയ തക്കം നോക്കി പോലീസിന്റെ സന്നിധിയിൽ വീണ്ടും പണി തുടങ്ങുവാൻ ഉദ്യോഗസ്ഥർ ശ്രമം നടത്തി. ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തുനിന്ന് മാന്തി യന്ത്രം എത്തിച്ചതോടെ വിവരം അറിഞ്ഞ പ്രതിഷേധക്കാർ വീണ്ടും ഓടിക്കൂടി സമരം കടുപ്പിച്ചു. പിന്നീട് പ്രതിഷേധക്കാർ പോലീസുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തൽക്കാലം നിർമ്മാണം അവസാനിപ്പിച്ച് KSTPയും പോലീസ് ഉദ്യോഗസ്ഥരും പിന്മാറി. ഓട നിർമ്മാണം നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന തരത്തിൽ ആകരുതെന്നുള്ള വ്യവസ്ഥ ഉള്ളതിനാൽ തൽക്കാലം പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ നിർമ്മാണം നിർത്തിവെക്കുന്നതായി റാന്നി പോലീസ് SHO ജിബു ജോൺ പറഞ്ഞു. സംസ്ഥാന പാതയിൽ സൈലന്റ് വാലിയിലേക്ക് പോകുന്ന പഞ്ചായത്ത് റോഡിന്റെ വശത്തുകൂടി ഓട നിർമ്മിച്ച് വലിയ തോട്ടിൽ എത്തിക്കുന്ന നിർമ്മാണ പ്രവൃത്തിക്കെതിരെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള സംരക്ഷണ സമിതി പ്രതിഷേധിക്കുന്നത്. 4 മീറ്റർ മാത്രം വീതിയുള്ള ഈ റോഡിന്റെ പാർശ്വത്തുകൂടി 100 മീറ്റർ ദൂരം ഉള്ളിലേക്ക് ഓട നിർമ്മിച്ചാൽ റോഡിന്റെ പൂർണ്ണ ഭാഗത്തോളം കാൽനട യാത്ര പോലും പറ്റാതെ ഗതാഗത തടസ്സം നേരിടും. കൂടാതെ വെള്ളപ്പൊക്ക കാലയളവിൽ വലിയ തോട്ടിൽ വെള്ളം കയറിയാൽ ആ വെള്ളം തിരികെ ഓട വഴി റോഡിൽ കയറുമെന്നുള്ള ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. സംസ്ഥാന പാതയുടെ നിർമ്മാണ ഘട്ടത്തിൽ KSTP അശാസ്ത്രീയ നിർമ്മാണം നടത്തിയതാണ് ഇത്തരത്തിൽ പ്രധാന റോഡിലെ ഓട പഞ്ചായത്ത് റോഡ് വഴി മാറ്റിവിടേണ്ട തരത്തിൽ ആക്കിയതെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. സംസ്ഥാന പാതയുടെ നിർമ്മാണ ഘട്ടത്തിൽ ഓട നിർമ്മിക്കാൻ KSTP പഴവങ്ങാടി പഞ്ചായത്തിന്റെ അനുമതി നേടിയിരുന്നു. ഈ അനുമതിയുമായാണ് KSTP കോടതിയെ സമീപിക്കുകയും കോടതി ഉത്തരവുമായി ഓട നിർമ്മാണത്തിനെത്തിയത്. തിങ്കളാഴ്ച രാവിലെ തുടങ്ങിയ പ്രതിഷേധ സമരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം നീണ്ടു. ഉച്ചയോടെയാണ് പ്രതിഷേധക്കാർ സമരം അവസാനിപ്പിച്ചത്. സൈലന്റ് വാലി റോഡ് സംരക്ഷണ സമിതി കൺവീനർ VP ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ ചിന്നു തങ്കച്ചൻ, ഷാബു അയത്തിൽ, സാറാമ്മ വർഗീസ്, സൂസൻ മാത്യു എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. സൈലന്റ് വാലി റോഡ് സംരക്ഷണ സമിതി നടത്തുന്ന പ്രതിഷേധത്തിന് പിന്തുണയുമായി BJP നേതാക്കളായ ദീപു പൈതൃക, മുരളീധരൻ നായർ, സതീഷ് കരികുളം, അനീഷ് റാന്നി എന്നിവരും സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. പഞ്ചായത്തെ കട്ടായം കൂടെ നിന്ന് കാലുവാരിയ പഞ്ചായത്തെ കണ്ടോ കണ്ടോ ഞങ്ങളെ കണ്ടോ ഒറ്റക്കെട്ടായി ഞങ്ങളല്ല ഒറ്റക്കെട്ടായി ഞങ്ങളല്ല അനുവദിക്കില്ല 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 വഴി പൊളിക്കാൻ അനുവദിക്കില്ല 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 ഈ വഴി പൊളിക്കാൻ അനുവദിക്കില്ല ഈ വഴി പൊളിക്കാൻ അനുവദിക്കില്ല സൈലന്റ് വാലി സിന്ദാബാദ് 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 സൈലന്റ് വാലി സിന്ദാബാദ് സൈലന്റ് വാലി കീ ജയ് സൈലന്റ് വാലി കീ ജയ്. ഇതിപ്പോൾ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ സൈലന്റ് വാലി റോഡാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ പ്രദേശത്തേക്കുള്ള ഏക ഒരു യാത്രാ മാർഗമാണിത്. അപ്പോൾ ഈ റോഡിന്റെ വീതി കുറവ് പ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ട് KSTP ഓട നിർമ്മാണം ഭാഗികമായി നിർത്തിവെച്ചിട്ട് അവർക്ക് കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് ഈ ഓടയുടെ ബാക്കി നിർമ്മാണം ഞങ്ങളുടെ പഞ്ചായത്ത് റോഡ് വഴി വലിയ തോട്ടിലേക്ക് ഒഴുക്കാനായിട്ടാണ്. സ്വാഭാവികമായിട്ടും ഈ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഈ റോഡിനെ അപേക്ഷിച്ച് ഞങ്ങളുടെ ഭവനങ്ങളിലേക്കുള്ള ഈ പഞ്ചായത്ത് റോഡ് അതിന് വീതി വളരെ കുറവാണ്. അപ്പോൾ ആ റോഡിലേക്ക് ഈ ഇത്രയും വീതിയുള്ള ഓട വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് വണ്ടികൾ വരാനൊന്നും സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെയാണല്ലോ ഒരു വണ്ടി വന്നാൽ മറുവശത്തുനിന്ന് വേറൊരു വണ്ടി വന്നാൽ നമുക്ക് മാറ്റി കൊടുക്കാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ ഓട ഇവിടെ വരുന്നത്. ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം,
പഞ്ചായത്താണ് ഇതിന് KSTPക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഈ വഴി പൊളിച്ച് ഓട നിർമ്മിച്ചുകൊള്ളാനുള്ള അനുമതി പഞ്ചായത്ത് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഉത്തരവ് വന്നത്. ഈ ഓടയുടെ നിർമ്മാണം ഈ സൈലന്റ് വാലി റോഡിലൂടെ വലിയ തോട്ടിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഓടയുടെ നിർമ്മാണം, അങ്ങനെ കോടതി അത്തരത്തിലൊരു ഉത്തരവ് വരാനുള്ള കാരണം പഞ്ചായത്തിന്റെ അനുമതി കൊണ്ടാണ്. 2022 ഇറങ്ങിയ ഈ ഉത്തരവ് പക്ഷേ ഞങ്ങളെ പഞ്ചായത്ത് അധികൃതരോ ഞങ്ങളുടെ ജനപ്രതിനിധികളോ ഒന്നും ഞങ്ങളെ അറിയിച്ചിരുന്നില്ല. ഈ ഉത്തരവ് നടപ്പാക്കാനുള്ള അവസാന ദിവസങ്ങളിലാണ് ഇങ്ങനെ ഒരു ഉത്തരവുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത്. ഇപ്പോൾ ഇത് 2005 തുടങ്ങാറായി. 2005 തുടങ്ങാറായപ്പോഴാണ് ഞങ്ങൾ ഈ കാര്യം അറിയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടുള്ള ഞങ്ങളൊരു നീതി നിഷേധിക്കപ്പെടുകയാണ്. ഞങ്ങൾക്ക് കോടതിയെ സമീപിക്കാനുള്ള സമയമൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ KSTP അധികൃതര് പോലീസിനെ കൂട്ടി ഇവിടെ വന്നിരിക്കുകയാണ് ഈ ഓട പൊളിക്കാൻ വേണ്ടിയിട്ട്. അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ത് വന്നാലും. കാര്യം ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ്. അത് ഞങ്ങൾക്ക് ലഭിക്കാതെ പോകരുത്. അത് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല.